ഗോതമ്പ് റവ ഉപ്പുമാവ് കുക്കറിൽ നമുക്ക് 5 മിനിറ്റ്സിൽ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ, 2 സ്പൂൺ നെയ്യ്, ഇത് രണ്ടും ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 3 സ്പൂൺ പീനട്ട്, പിന്നെ വേണമെങ്കിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ സവാള കട്ട് ചെയ്തത് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഉപ്പുമാവിന് ആവശ്യമായ റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ലൈറ്റ് എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഉപ്പുമാവിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് വെള്ളം എടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് റവ ആയത് കാരണം 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, എനിക്കിവിടെ അല്പം കുറവാണ്, അത് കാരണം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് 2 പിടി തേങ്ങ, കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കുക്കറിനെ അടച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. അങ്ങനെ നല്ല രുചിയുള്ള ഗോതമ്പ് റവ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇതിന് തൊട്ടുകൂട്ടാൻ ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, പഞ്ചസാരയോ കരിപ്പട്ടിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് കഴിക്കാം. ഇതുപോലെ ചെയ്ത് നോക്കൂ, ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി.